അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്ര ഉണ്ട് കേട്ടോ. രാത്രി നമ്മൾ ട്രെയിനിൽ പോയിട്ട് ഇപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ 11:15 നമ്മുടെ ട്രെയിൻ ഉള്ളത്. ചെന്നൈ എഗ്മോറാണ്. തിരുവനന്തപുരത്തേക്കാണ് നാളെ നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് വർക്കിംഗാണ്. അതിൻ്റെ ആ പഴയ ഭാഗങ്ങൾ പൊളിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കൂട്ടിയിട്ടേക്കണത്. പിന്നെ പുതിയൊരു കമാനൊക്കെ ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ അമൃത് ഭാരത് എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കോച്ച് എന്ന് പറയുമ്പോൾ S6 എന്നുള്ള കോച്ചാണ് കേട്ടോ. ഒരു ബോഗി നമ്പറാണ്. അപ്പോൾ അത് കുറച്ചങ്ങനെ നടക്കാനുണ്ട്. ഇവിടെ നിന്നൊരു 3-4 ബോഗി കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോച്ച് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അതിൻ്റെ വർക്കിംഗാണ് കേട്ടോ. അമൃത് ഭാരത് എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ പെട്ടെടുത്ത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ. ഒരു 10:30 മണി കഴിഞ്ഞു ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ. അങ്ങനെ നമ്മുടെ ബർത്ത് താഴത്തെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം മേലേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് താഴത്തെ നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത് കേട്ടോ. ട്രെയിനിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എടുക്കാനായിട്ടില്ല, ഇനിയും കുറച്ച് നേരം കൂടി ഉണ്ട്. 11:15 ഇവിടെ നിന്ന് എടുക്കണത്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു കപ്പലണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട്. നല്ല കപ്പലണ്ടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടെയാണെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ നമുക്ക് നല്ലവണ്ണം കിട്ടും. ഇപ്പോൾ എവിടെയും 10 രൂപയ്ക്ക് ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നിറയെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ പക്ഷേ 20-ൻ്റെ നമ്മൾ വാങ്ങിയിട്ടുള്ളത്, 10-ൻ്റെ അല്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ടൈമായി. അപ്പോൾ ട്രെയിൻ എടുത്തു കേട്ടോ. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുലർച്ചെ 2:40 ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടോ. ഇടയ്ക്ക് ഞാൻ ഒരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. അങ്ങനെ ഉണർന്ന് നോക്കിയപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഒരു 5:31 ആയിട്ടുള്ളത്. ഈ സമയത്ത് ട്രെയിനോടെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ, തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്കൂളിലത്തെ കുട്ടികളൊക്കെ കുറേ നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. 5:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഇഡ്ഡലി സെറ്റാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ കോപ്പീസ് കയറിയിട്ട് സാമ്പാറിൻ്റെ ചട്നി ഉണ്ട്, പിന്നെ ഇഡ്ഡലി സെറ്റ്, ഒരു വട. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് നിയമസഭയുടെ ആ കോമ്പൗണ്ടിൻ്റെ അവിടെ എത്താൻ കഴിഞ്ഞു. അവിടെ നമ്മളിപ്പോൾ ഉള്ളത്. ഇത് നിയമസഭയുടെ കോമ്പൗണ്ട് ഫ്രണ്ട് സൈഡാണ്, കവാടമാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് വന്നിട്ട് 12:30 ആയി ഇവിടെ എത്തുമ്പോൾ. നമ്മൾ വണ്ടി എടുക്കാൻ പോകണം കേട്ടോ. ഈ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം.